അടുത്തത് ഇപ്പം ഈ മലയാള സിനിമയിലും തമിഴിലുമൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഭാവനനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക. അവാർഡ് കിട്ടുമെന്നൊന്നും തീരെ പ്രതീക്ഷിച്ചല്ല. പിന്നെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഇവിടെ എത്തിയത് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത് മഴയത്ത് മുമ്പ് എന്ന ഫിലിമില് കൈയടിച്ചോളൂ കേട്ടോ. ഇങ്ങനെ പയ്യെ ആക്കണ്ട. മഴയത്ത് മുമ്പ് എന്ന ഫിലിമില് അലമേലു എന്ന ക്യാരക്ടർ ചെയ്ത ആനി. അലമേലെ കുറിച്ച് എന്താ കരുതിയ? കുട്ടികൾ എടുക്കുന്ന ഒരു പാവയാണോ? നോ, ആ അമ്മ ഗ്രോണപ്പ് ഗേൾ. നന്ന സാറ് നിങ്ങളോടൊന്നുമില്ല. ഏതോ ബന്ധത്തിന്റെ പേരിൽ, കടപ്പാടിന്റെ പേരിൽ മാത്രമാണ് സാർ ഇതെല്ലാം ചെയ്ത്. ഒരു രോഗിയോടുള്ള സിമ്പതി മാത്രമേ സാറ് നിങ്ങളോടുള്ളൂ. തീരെ സ്ട്രോങ് അല്ല കേട്ടോ കയ്യടിയൊന്നും. പിന്നെ അടുത്ത ഇവിടെ ഈ MCC തന്നെ ഞാൻ ചെയ്ത ഒരു കലാഭവമണി അതിൻ്റെ ഒരു ഐറ്റമാണ്. അത് ഒന്നും കൂടി റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കാം. ഒരേ അക്ഷരം കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പറയണ ഒരു സംഭവം. എടാ അട്ടപ്പാടി 8 വീട്ടിലെ കുട്ടപ്പഞ്ചന്റെ പട്ടിയെ മട്ടുപിടിപ്പിച്ച് പോട്ടെ വെച്ചപ്പോൾ നീട്ട് വട്ടം തട്ടിയില്ല. 8ാം ക്ലാസ് 8 പൊട്ടി എലിക്കുട്ടികളുടെ ഹോട്ടലിൽ നിൽക്കുന്ന കുട്ടനായിട്ടാണ് തട്ടിയ സംഭവം. നാട്ടിൽ പറട ചട്ട പൊട്ട കുട്ടനെ നാട്ടുകാരുടെ പിടി മണിക്കൂർ 8 ആയിട്ട് തൊണ്ട ഓടിക്കാൻ തൊടി. ആട്ടെ പോട്ടി ഇരിക്കട്ടെ. പണ്ട് തട്ടാൻ കുട്ടപ്പനായിട്ട് കോട്ട പിടിക്കുന്നപ്പം തട്ടാൻ കുട്ടപ്പൻ നാട്ടിൽ തട്ടിയപ്പോൾ നാട്ടിൽ പറട ചട്ട പൊട്ട ഉള്ളത് പറഞ്ഞാൽ പുള്ളിയും ചിരിക്കും. കള്ളത്തരം പൊള്ളത്തരം തള്ളയുടെ പള്ളക്കെട്ട് തള്ളിയത് തള്ള വീണ് മുള്ളിത് മന്ദനായ തന്തയുടെ മോന്തക്കെട്ട് കുന്തം കൊണ്ട് കൂത്തി. പിന്നെ എന്ത് ചെയ്യടോ? അന്തിക്ക് ചന്തയിൽ 12 ചെന്നിരുന്ന കോന്ത ബിന്ദുവിനും സിന്ദൂരവും ശാന്തം എന്തി വീടിന്റെ മുകളിൽ ഏന്തി കയറി അന്തപ്പഞ്ചേട്ടന്റെ മന്ത് വന്നതിൽ പന്ത് വന്ന് വിടുന്നു. കുന്തിരിക്കാൻ കത്തിച്ച് കാന്തായ ശാന്ത ബന്ധത്തിൽ കുന്തം കുത്തി പന്തം കളിച്ച് 12 ചെന്നപ്പം 12 പറഞ്ഞ 12 രൂപത്തിലാക്കി. ഞാനത് പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തുമല്ലേ? ചില്ലിച്ചിങ്കലിന്റെ പിള്ളന്റെ കാര്യം ചൊല്ലി മലന് ചെല്ലപ്പനെ ചെവിക്കിട്ട് തല്ലിപ്പോ തലല്ലേ കൊല്ലല്ലേ വല്ല കൊല്ലാപ്പോയടോ. ഓക്കെ, ഇത്രയും പോരെ? ഇത്ര ഐറ്റംസ് ഇപ്പം കയ്യിലുള്ളൂ. ഓക്കെ, എന്നാല് വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനൊന്ന് പാടാൻ വിളിക്കാം. എവിടെ പോയെന്തോ? സന്ദീപേട്ടാ ഓടി വാ. ഞാൻ 2001 വരെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ വന്നു ഈ കോളേജിൽ. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഒരാൾ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ ചുറ്റിയിട്ടുണ്ടാവുക അയാളാണെന്ന്. എനിക്ക് തോന്നുന്നില്ല, അതിലും കൂടുതൽ ഒരുപക്ഷെ ഒരു 4-5 വർഷം കൊണ്ട് ഞങ്ങളിവിടെ ചുറ്റി കാണും. എന്തായാലും ഇങ്ങനൊരു ഒത്തുചേരൽ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. 2001 ഇവിടുന്ന് പോയ ശേഷം ഇന്നാണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.